സൂക്ഷിച്ച് പിടിക്കണേ, കാല് തട്ടരുതേ. കാല് തട്ടരുതേ. കുത്താൻ പറ്റുമോ? പോരട്ടെ, നമുക്ക് ഇങ്ങോട്ട് ഇരുത്തിയാലോ? വേദന സഹിക്കാൻ പറ്റിയത് ഇങ്ങോട്ട് പതുക്കെ പതുക്കെ പതുക്കെ. അയ്യോ എന്റെ കാല് തല്ലി ഓടിച്ചോ? പെറുക്കിയെടുത്ത് വരാത്ത കൊണ്ട് വെച്ചപ്പോ ഞങ്ങളുടെ ജ്യൂസിനെ വണ്ടി തട്ടി, ഞങ്ങൾ ആശുപത്രി കൊണ്ടുവരുന്ന. എന്നിട്ടേ തട്ടിയ വണ്ടിയും വണ്ടിക്കാരനും എന്തിയെ? അവനെ കത്തിക്കാൻ മേലായിരുന്നോ? ഇവിടെ ഇട്ടാൻ കത്തിക്കാൻ വേണ്ടേ വണ്ടി കണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവൻ കത്തിച്ചു വിട്ടു. തകച്ച അവനെ വിടരുത്. നിങ്ങൾ ഇതിലൂടെ പോയാ വളവിട്ട് അവനെ പിടിക്കാം. പോരാ, നമുക്കൊരു കാര്യം, അവനെ വിടരുത്. ഞങ്ങൾ അവനെ കൊണ്ടേ വരുള്ളൂ. നീ എങ്ങോട്ട് കൊടുക്കുക? ഇങ്ങോട്ട് വന്നേ, വെള്ളം എടുത്തോട്ട് വന്നേ. പരവശം എടുക്കുന്നു. നിങ്ങളുടെ കാല് എവിടെയെങ്കിലും കൊണ്ടേ ഒഴിഞ്ഞു കെട്ടണം. എന്നും ഒടിയാനേ നേരമുള്ളൂ. ഞാൻ റോഡിന്റെ സൈഡിൽ കൂടെ നടന്നു പോകുമായിരുന്നു, അന്നേരവാ. നിങ്ങളൊന്ന് ഊതിക്കേ, പല്ലും തേക്കിയല്ല. എനിക്ക് രാവിലത്തെ നടത്തം കഴിഞ്ഞ് വന്നിട്ടല്ലേ പല്ല് തേക്കുന്നേ. നിങ്ങളുടെ കാലിന് വല്ലതും പറ്റുമോ? തൊടാ. അതെ, വെറുതെ വെച്ചുകെട്ടേ ഉള്ളോ? ഒരു ചെറിയ പോറലേ ഉള്ളൂ. അവന്റെ കയ്യിൽ കാശ് മേടിക്കാന്ന് പറഞ്ഞ തങ്കച്ചനാ പറഞ്ഞ കാര്യമായിട്ടിരുന്നോട്ടെ. രണ്ടുപേരുടെയും കൂടെ ആവശ്യത്തോടെയുള്ള ഓട്ടം കണ്ടപ്പോ എനിക്ക് തോന്നി. അവനെ കാണുന്നില്ല. ഇനി അവൻ മുങ്ങിയോ? അവനല്ല, അവര് മുങ്ങിയോന്നാ എനിക്ക് സംശയം. രണ്ടും കൂടെ അവനോട് കാശ് മേടിച്ച് മുങ്ങിക്കാണും. എവിടെ പോകാനാ? അതെ, അവനെ പൊക്കിയെടുത്തോണ്ട് അവര് വരുന്നു. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങിങ്ങോട്ട്. ഞങ്ങളുടെ ടെറിട്ടറി കയറി കളിച്ചിട്ട് മുങ്ങാന്നോർത്തോ? ഇങ്ങോട്ട് ഇറങ്ങിയേ. നീ നിലത്തൂടെ അല്ല ആകാശത്തൂടെ പോയാൽ നിന്നെ ഞങ്ങൾ പൊക്കും. ഇങ്ങോട്ട് പോടാ. എന്റെ പൊന്നി ചേട്ടന്മാരെ, ഞാൻ മുങ്ങിയതല്ല, ഞാൻ കുപ്പിവെള്ളം മേടിക്കാൻ പോയതാ. ഈ ചേട്ടന് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഈ പെരക്ക് വിട്ടും കിണറാ, അന്നേരം നീ കുപ്പിവെള്ളം മേടിക്കാൻ പോകും. ഇങ്ങോട്ട് ഇറങ്ങി പോടാ. ഓ, എനിക്ക് വേദന കാരണം ഇരിക്കാൻ പോലും. എന്നാ കുറച്ചു നേരം എണീറ്റ് നിന്നാലോ? ഈ പാവം പിടിച്ച മനുഷ്യനെ വണ്ടി ഇടിച്ചിട്ടിട്ടേ ഓടിപ്പോകാൻ തനിക്ക് എങ്ങനെ തോന്നിയിടോ? ക്ഷമിക്കണം, ഒരബദ്ധം പറ്റി. നീ ഇവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, ഡോക്ടർ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ 1 മാസത്തേന് നടക്കാൻ പറ്റിയെന്ന്. അയ്യോ, ഇവിടുത്തെ അടുപ്പ് എങ്ങനെ പുകയും? ജോസേ, ഇവിടെ പോയില്ലാത്ത അടുപ്പല്ലേ? തനിക്കുണ്ടല്ലോ ആ വണ്ടി ഇവന്റെ നെഞ്ചത്തൂടി ഒന്ന് കയറ്റോ. വെറുതെ വീട് കിടക്കമാണോ തുമ്പിക്കും ഞാൻ നിന്റെ കൂടെ കോമഡി അടിക്കുന്നത്? ഞാൻ എന്നാ ചെയ്യും? എന്റെ ജീവിതം പോയില്ലേ? ചേട്ടാ, കാലിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ ജീവിതത്തെ ബാധിക്കുന്നത് എങ്ങനെയാ? താൻ ഇത് അത്ര നിസാരമായിട്ടാണ് കാണുന്നത്. 1 മാസത്തേന് കാല് നിലത്ത് കുത്താൻ വരാൻ മതി, എന്നാ ചെയ്യും? ആശുപത്രി 10,000 ആയി. പിന്നെ ജോസിന് 1 മാസം ചെലവ് താൻ കൊടുക്കണം. ആശുപത്രിയിലെ ബില്ല് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഞാൻ വന്നപ്പോഴത്തേനും കൊടുത്തത്? അത് ഞങ്ങളുടെ മാന്യത. അതുപോലെ മാന്യത ഉണ്ടല്ലോ, തിരിച്ചും കാണിക്കണം. ഭയങ്കര വേദനയാ. ഒന്നുകൂടി ആശുപത്രി പോയാലോ? ആദ്യം പോയതിന്റെ കാശ് വാങ്ങട്ടെ, എന്നിട്ടല്ലേ അടുത്തത്. ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും സഹിക്കുകയല്ലാത്ത മനുഷ്യനാ. ഇനി ഇങ്ങേരെ ഞാൻ എങ്ങനെ 1 മാസം വെച്ചോണ്ടിരിക്കുവോ? അതിന് നമുക്ക് ഓംനേഷൻ വെക്കണം. അത് കൊള്ളാം. അതിന്റെ കാശും കൂടെ നീ തരണം. എന്റെ പൊന്നി ചേട്ടന്മാരെ, എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയതാ. അതിനിങ്ങനെ ശിക്ഷിക്കരുത്. ഞാൻ വേണമെങ്കിൽ 10 or 100 തരാം. അത് കൂടുതൽ എന്റെ ഇല്ലഞ്ഞിട്ടാ. എടാ, നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ നടക്കില്ല. നീ കാശ് വെക്കാതെ ഇവിടുന്ന് പോവില്ല മോനെ. നിങ്ങൾ ഇങ്ങ് മാറി നിൽക്കോ. കുറെ നേരമായി വീരസ്യം പറച്ചിൽ തുടങ്ങിയിട്ട്. എനിക്കറിയാം എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ. തങ്കച്ചാ, നിങ്ങൾ മാറിക്കോ. അവളിപ്പോ അവനെ വിരട്ടി കാശ് മേടിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. എന്നാ തോപ്പിക്കുഞ്ഞേ, നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം. തക്കാലത്ത് നമ്മുടെ കാര്യം നടന്നപ്പോലെ. എടോ, തനിക്ക് ഇത്രയും നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ആശുപത്രി ചെലവും നഷ്ടപരിഹാരവും തന്നിട്ട് പോവാൻ നോക്ക്. 2 കടുമ്പട്ടികൾ നോക്കിയിട്ട് കാണുന്നില്ല, പിന്നെയല്ല ചേച്ചി നോക്കിയിട്ട്. ഇതേ രക്തം വേറെയാ. മാളികപ്പറമ്പുകാരുടെ ചോരയ്ക്ക് ഉശിര് കൂടും. മാളിപ്പറമ്പ് ചാക്കോച്ചൻ എന്റെ അപ്പനാ. മാളിപ്പറമ്പ് ജോഷുവാ. എന്റെ ആങ്ങളയാ. ഓ, അപ്പൊ ഡേസിയോ? നാത്തൂനാ. ഇവരെന്നാ ഇവരുടെ കുടുംബീനത്തിൽ എഴുതാൻ വന്നതാണോ? അങ്ങനെ വരട്ടെ, എന്റെ പെങ്ങളാ ഡേസി. നാത്തൂനെ ഒരാങ്ങളയുള്ളല്ലോ, അവൻ UK ലാ. അത് ജെയിംസ്. ഞാൻ ദോസൂട്ടി. ഡേസിയുടെ അപ്പന്റെ അനിയന്റെ ചേട്ടത്തിയുടെ മകന്റെ എന്റെ 2ാമത്തെ മകന്റെ പെങ്ങളെ ചേട്ടന്റെ മകൻ തോസൂട്ടി. അയ്യോ, ഡെയ്സിയുടെ കൂടെ പറപ്പാണോ? എന്നാ അത് പറയണ്ടേ? നമുക്ക് അകത്തോട്ടിരിക്കാവുന്നേ. ആദ്യമായിട്ട് വരുമല്ലേ ഇവിടെ. ഇവര് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. സമയല്ലേ ചേച്ചി, പിന്നെ ഒരിക്കലാകട്ടെ. പിന്നെ ഇതിലെ പരിചയമായല്ലോ. അളിയാ, കാല് നനയ്ക്കരുത്, ഇളക്കരുത് കേട്ടോ. നീ നിന്നേ അധികം വിളക്കണ്ട. നിങ്ങളോട് എനിക്ക് പിണക്കമൊന്നുമില്ല. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ, ചിലപ്പോ ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമല്ലേ. തങ്കച്ചൻ വീണു. നിങ്ങക്ക് മനസ്സിലായില്ലേ? ഡെയ്സിയുടെ ആങ്ങളയാ. പറഞ്ഞു വരുമ്പോ അളിയനാ. മുമ്പേ പറഞ്ഞു വന്നപ്പോഴത്തേ ഉള്ളത് ഞാൻ കേട്ടായിരുന്നു. അളിയാ, ചേട്ടന്മാരെ, ചേച്ചി വരട്ടെ, വീണ്ടും കാണാം. ഇതിനെന്നാ ചെയ്യണം? എടുത്ത് അകത്തോട്ട് വെച്ചേരെ.
ഇനി എടുക്കാനൊന്നും പറ്റിയല്ല. മുമ്പത്തെ എടുക്കലോ ഓട്ടോ എല്ലാം കൂടെ നടുവെട്ടി. ഇനി ചെന്നിട്ട് കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. പോകുന്ന വഴിക്കേ ഇതും കൂടി എവിടെയെങ്കിലും കളഞ്ഞേ. കെട്ടിയതല്ലേ, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. വേറെ ഏതെങ്കിലും തരത്തിൽ മുതലാക്കണം.